ICC അംഗീകരിച്ച BCCIക്ക് കീഴിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട 2020 ലീഗാണ് IPL എന്ന് പറയുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ്. ഇതിലെ ആദ്യ പരമ്പര 2008 ഏപ്രിൽ 18-നാണ് ആരംഭിച്ചത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടാറ്റ IPL എന്നൊക്കെയാണ് ഇപ്രാവശ്യം അറിയപ്പെടുന്നത്. ഇത് പുരുഷന്മാരുടെ 2020 ലീഗാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഇന്ത്യയിൽ വർഷം തോറും നടക്കാറുള്ളതാണ്. മാത്രമല്ല, നഗരം അടിസ്ഥാനമാക്കി പ്രധാനമായും 10 ഫ്രാഞ്ചൈസികൾ ഉൾപ്പെടുന്ന ടീമുകളായിട്ടാണ് ഈ ഒരു മത്സരം സാധാരണ നടക്കാറുള്ളത്. 2007-ലാണ് BCCI ഒരു ലീഗ് സ്ഥാപിക്കുന്നത്. സാധാരണ എല്ലാ വർഷവും മാർച്ചിനും മെയ് മാസത്തിനും ഇടയിലൊക്കെ നടക്കാറുണ്ട്. 2008 IPL ആരംഭിച്ചത് മുതൽ കളി മികവിനോടൊപ്പമോ അല്ലെങ്കിൽ അതിലുപരിയായിട്ടുള്ള ചർച്ചയായിട്ടുള്ള വിഷയമാണ് ടൂർണമെന്റിന്റെ പണക്കിലുക്കത്തെ പറ്റി. കോടികൾ മുടക്കി താരങ്ങളെ ലേലത്തിൽ വാങ്ങുന്നത് തൊട്ട് IPL ബിസിനസ് ആരംഭിക്കുകയാണ്. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന IPL പല വഴിക്കാണ് പണം ഒഴുകിയെത്തുന്നത്. IPL ആരംഭം തൊട്ട് തന്നെ ക്രിക്കറ്റ് പ്രേമികൾ തിരക്കുന്നതാണ് ജേതാക്കൾക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് എത്ര രൂപയാണ് കിട്ടുന്നത്, ഇതിന്റെ ആ ഒരു ഇൻകമോ റവന്യൂ ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത്. IPL ജേതാക്കളുടെ സമ്മാന തുക ഓരോ സീസണിലും വ്യത്യാസപ്പെടുത്താറുണ്ട്. ഓരോ സീസണിലും ആവേശം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജേതാക്കൾക്ക് ലഭിക്കുന്ന സമ്മാന തുകയിൽ വലിയ പ്രകടമായ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ലോകത്തെ ഏറ്റവും ലാഭമേറിയതും ഏറ്റവും അധികം പണം ചെലവഴിക്കുന്നതുമായിട്ടുള്ള ഒരു കായിക ഇവന്റ് ആണ് IPL എന്ന് പറഞ്ഞാൽ അതിന് യാതൊരുവിധ തർക്കവുമില്ലാത്ത കാര്യം തന്നെയാണ്. ഇക്കൊല്ലം ഏത് ടീമാണോ ഈ IPL കിരീടം നേടുന്നത് അവർക്ക് 20 കോടി രൂപയാണ് പാരിതോഷികം ലഭിക്കുക. 20 കോടി രൂപ. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 20 കോടി എന്ന് പറയുന്നത് വളരെ വലിയൊരു തുകയാണ്. പക്ഷെ ഒരു IPL ടീമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 20 കോടി എന്ന് പറയുന്നത് വളരെ തുച്ഛമായൊരു തുകയാണ്. IPL ഓരോ ടീമുകളെയും പരിശോധിക്കുമ്പോൾ അതിൽ രാജസ്ഥാൻ റോയൽസ് ആണ് ബ്രാൻഡ് വാല്യൂ ഏറ്റവും കുറവുള്ള ടീമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ബ്രാൻഡ് വാല്യൂ തന്നെ ഏകദേശം 250 കോടിയോളം വരും എന്നാണ് പറയുന്നത്. ഇനി IPL തന്നെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്നത്. അതിന്റെ ബ്രാൻഡ് വാല്യൂ നോക്കിയാൽ ഏകദേശം 2700 കോടിയോളം രൂപ വരുമെന്നാണ് പറയുന്നത്. ഈ ഒരു കണക്ക് കേൾക്കുമ്പോൾ വെറും 20 കോടി രൂപ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം എത്ര ചെറിയ സമ്മാന തുകയാണെന്ന് നമുക്ക് സ്വല്പം ലോജിക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി TV-യിൽ നാം കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ഇവന്റിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ലാഭങ്ങളെ പറ്റിയും അതിന്റെ ഇൻകത്തെ പറ്റിയും ഒക്കെ നമുക്ക് പലപ്പോഴും കറക്റ്റ് ആയിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കണ്ടന്റുമായിട്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. IPL ബിസിനസ് മോഡലിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. IPL-മായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട അതിന്റെ ഇൻകം സോഴ്സസിനെ പറ്റി എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിലൂടെ ലഭിക്കുന്ന കണ്ടന്റുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി പുതിയൊരു അറിവായി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ തന്നെ അത് ചെയ്യുക. അതോടൊപ്പം തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനൂടെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റാക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ IPL എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം തുടങ്ങുന്നതിന് കൃത്യം 1 വർഷം മുന്നേ ICL എന്ന് പറയുന്ന ഒരു ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ICL എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് എന്നാണ് അതിന്റെ അർത്ഥം. സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഈ ICL ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണുന്ന CTV, സി ന്യൂസ് തുടങ്ങിയ പ്രൈവറ്റ് ചാനലുകളെല്ലാം ഈ ഒരു കമ്പനിയുടേതാണ്. നമ്മൾ IPL സമാനമായിട്ട് തന്നെയാണ് ICL-ന്റെയും പ്രവർത്തനം എന്ന് പറയാം. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പല നഗരങ്ങളെ അടിസ്ഥാനമാക്കി പല തരത്തിലുള്ള ടീമുകൾ ഫോം ചെയ്യുക, ഈ ടീമുകൾക്ക് വേണ്ടിയിട്ട് ഓപ്ഷനിലൂടെ പല തരത്തിലുള്ള കളിക്കാരെ സ്വന്തമാക്കുക, എന്നിട്ട് ഈ ടീമുകൾ പരസ്പരം മാച്ചുകൾ കളിക്കുക. അത് തന്നെയാണ് ഇതിന്റെയും പ്രവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താൽ ICL-നെ നമ്മുടെ BCCI-യോ അതായത് ICC-യോ ഒന്നും അംഗീകരിച്ചിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ICL കളിക്കുന്നതിന് താല്പര്യത്തോടെ അന്ന് നിരവധി താരങ്ങൾ അന്ന് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് BCCIയെ സംബന്ധിച്ചിടത്തോളം അത്ര രസകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി അവർക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ICL പങ്കെടുക്കുന്ന താരങ്ങൾക്ക് ആജീവനാന്ത വിലക്ക്, ലൈഫ് ടൈം ബാനൊക്കെ അവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രവണതയ്ക്ക് തടയിടുന്നതിന് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റുകളിൽ കൊടുക്കുന്ന വരുമാനം, അതിന്റെ വരുമാന സ്രോതസ് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് തുടങ്ങി. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇത് തടയുന്നതിന് വേണ്ടിയിട്ട് BCCI അന്ന് തുടങ്ങിയിരുന്നു. തങ്ങളുടെ അധികാര പരിധിക്ക് പുറത്ത് ഇങ്ങനെ ഒരു ടൂർണമെന്റ് നടക്കുന്നത് BCCI ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ ഭാഗമായിട്ട് 2007 സെപ്റ്റംബർ 13-ന് BCCI തങ്ങളുടെ തന്നെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ IPL ആരംഭിക്കുകയുണ്ടായി.
BCCIയുടെ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ലളിത് മോദിയുടെ കീഴിലാണ് ഇതിന്റെ ഓർഗനൈസിംഗ് ഒക്കെ നടക്കുന്നത്. ഇത് മറ്റൊരു ടൂർണമെന്റുകളിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടിയിട്ടൊന്നുമല്ല ആരംഭിച്ചത് എന്നാണ് ലളിത് മോദി അന്ന് ഇതിനെപ്പറ്റി അഭിപ്രായപ്പെട്ടത്. തന്റെ മനസ്സിൽ വളരെയധികം വർഷങ്ങളായി ഇങ്ങനെ ഒരു ടൂർണമെന്റ് നടത്തുന്നതിനെ പറ്റി വലിയ ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിദേശ രാജ്യങ്ങളിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ലീഗുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാസ്കറ്റ് ബോളിന് വേണ്ടിയിട്ട് NBA എന്ന് പറയുന്ന ഒരു ലീഗ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫുട്ബോളിന് വേണ്ടിയിട്ട് അനവധി ലീഗുകൾ ഇന്ന് നിലവിലുണ്ട്. അതെല്ലാം നമ്മൾക്ക് ഇതിന്റെ ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലീഗ് സ്റ്റാർട്ട് ചെയ്യലാണ് IPLന്റെ ഫോർമേഷനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2008 ഏപ്രിൽ മാസത്തിലാണ് IPL ടൂർണമെന്റ് ആദ്യമായി തുടങ്ങുന്നത് എന്ന് കാണാൻ സാധിക്കും. ICL കളിക്കാർക്ക് മേലുള്ള ലൈഫ് ടൈം ബാൻ മുഖേന കൂടുതൽ ആൾക്കാർ IPLലേക്ക് ആകർഷകരായി വരികയും തുടർന്ന് ICL എന്ന് പറയുന്ന ഒരു ലീഗ് പതുക്കെ ഇല്ലാതാകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2009 ICLന്റെ ഏറ്റവും അവസാന സീസൺ ആയിരുന്നു. അതിനുശേഷമില്ല. IPLന്റെ തന്നെ വരുമാന മാർഗങ്ങളെ പറ്റിയും അതിന്റെ ഇൻകത്തെ പറ്റിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതിൽ BCCIയുടെ റോളും അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. IPLനെ നമുക്കൊരു ശരീരമായിട്ട് കണക്കാക്കാമെങ്കിൽ അതിലെ പ്രാണനാണ് BCCI എന്ന് ശരിക്കും പറയാം. അതെ, പറഞ്ഞു വരുന്നത് BCCIയുടെ IPLന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് തന്നെയാണ്. IPLന്റെ ഒരു ഗവേണിംഗ് ബോഡി ആയിട്ടാണ് നമ്മൾ BCCIയെ മനസ്സിലാക്കേണ്ടത്. BCCI ആണ് അതിന്റെ ഗവേണിംഗ് ബോഡി. അതായത് ICL ഇന്നും നിലനിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഗവേണിംഗ് ബോഡി സ്ഥാനത്ത് വരിക BCCIക്ക് പകരം സി എന്റർപ്രൈസസ് ആയിരിക്കും എന്നാണ് ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്തെന്നാൽ BCCI എന്നത് ഒരു പ്രൈവറ്റ് കമ്പനി അല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ ഒരു പ്രൈവറ്റ് എന്റിറ്റി ആയിട്ട് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു സർക്കാർ സ്ഥാപനം എന്ന നിലയ്ക്കാണ് പലരും BCCIയെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ സർക്കാരിന് BCCIയുടെ മുകളിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണ സംവിധാനങ്ങളും ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ നിയമം എന്ന് പറയുന്നത്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് BCCIക്ക് ഒരു പ്രൈവറ്റ് ഫേം ആയിട്ട് നിലനിൽക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്ന ഒരു ക്രിക്കറ്റ് ബോർഡിനെ സ്വാഭാവികമായിട്ടും ICC അംഗീകരിക്കുകയില്ല. അപ്പോൾ ICCയുടെ അംഗീകാരമില്ലാതെ ഇന്ത്യൻ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുവാൻ BCCIക്ക് തീർച്ചയായിട്ടും സാധിക്കുകയുമില്ല. ഇത് നാം മനസ്സിലാക്കേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി നമുക്ക് പഴയ കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. IPLന്റെ റവന്യൂ ഏത് രീതിയിലാണ് വരുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. BCCI കൂടാതെ പ്രധാനമായും 3 ഘടകങ്ങളാണ് ഇതിൽ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റർ ആണ്. അതായത് ഏത് ചാനലിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ കാണുന്നത് ആ ചാനലാണ് അതിന്റെ ബ്രോഡ്കാസ്റ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് IPL ടീമുകളാണ്. ഇതിനെ പ്രൈവറ്റ് കമ്പനികളാണ് സാധാരണ സ്വന്തമാക്കാറുള്ളത്. ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സ്പോൺസർമാരാണ്. IPLനും IPL ടീമുകൾക്കും പ്രൈവറ്റ് കമ്പനികളാണ് സ്പോൺസേഴ്സ് ആയിട്ട് വരാറുള്ളത്. ഈ IPLന്റെ ഗവേണിംഗ് ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിൽ നാലാമത്തെ ഘടകമായിട്ടാണ് നമുക്ക് BCCIയെ മനസ്സിലാക്കിയെടുക്കാനുള്ളത്. പ്രധാനമായിട്ടും റവന്യൂ 2 സോഴ്സിലൂടെയാണ് വരുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിലൊന്ന് ഇതിനായിട്ട് സ്പോൺസേഴ്സ് നൽകുന്ന തുകയാണ്. ഇനി നമ്മുടെ ഈ സ്പോൺസേഴ്സിനെ തന്നെ 2 തരത്തിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇതിൽ ആദ്യത്തേത് ടൈറ്റിൽ സ്പോൺസേഴ്സ് എന്ന് പറയും. ഏഷ്യാനെറ്റിന്റെ ഒക്കെ ജനപ്രിയ റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ബിഗ് ബോസ് മലയാളത്തിന്റെ 5ാം സീസണിൽ ടൈറ്റിൽ സ്പോൺസറായിട്ട് ഭാരതി എയർടെലിനെ തിരഞ്ഞെടുത്തു തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ തന്നെ IPLന്റെ ടൈറ്റിൽ സ്പോൺസറായിട്ട് ടാറ്റയെ തിരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ടാറ്റ IPL എന്ന് തന്നെയാണ് സാധാരണ പറയാറുള്ളത്. IPL ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും IPLനെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ ഈ ഒരു പേര് തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിലേക്ക് വരണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സ്പോൺസർമാര് ടൈറ്റിൽ സ്പോൺസർഷിപ്പിന് ഇത്രയധികം തുക നൽകുന്നത്. അപ്പോൾ IPL എന്ന് പറയുന്നതിന് പകരം നമ്മൾ ടാറ്റ IPL എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിനു മുന്നേ ആദ്യ സീസണുകളിലൊക്കെ DLF IPL എന്നും അതിനുശേഷം വിവോ IPL എന്നും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. അന്നൊക്കെ അതിന്റെ സ്പോൺസർഷിപ്പുകൾ ഏറ്റെടുത്തിരുന്നത് അതത് കമ്പനികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടക്കത്തിലുള്ള 5 വർഷങ്ങളിൽ IPLന്റെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആയിരുന്നത് DLF ആയിരുന്നു എന്ന് കാണാം. അതായത് വർഷാവർഷം 40 കോടി രൂപയാണ് സ്പോൺസർഷിപ്പ് തുകയായിട്ട് അവർ നൽകിക്കൊണ്ടിരുന്നത്. പിന്നീട് 2013-15 സീസണുകളിൽ 79 കോടി രൂപ നൽകിക്കൊണ്ട് പെപ്സി ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് കാണാം. തുടർന്ന് 16-17 സീസണുകളിൽ അവിടേക്ക് വിവോ കടന്നു വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിവോ പെർ ഇയർ ഏകദേശം 100 കോടി രൂപ ചെലവാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 18-19 സീസണിൽ 440 കോടി രൂപയും അവർ ഈ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്.
2020 ഇത് മാറിയിട്ട് Dream11 സ്പോൺസർഷിപ്പിൽ വരുന്ന കാണാം. എങ്കിലും 21 കൂടി വിവോ വീണ്ടും ആ സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. നമ്മുടെ ഇന്ത്യ ചൈന ബന്ധം വളരെ വഷളായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഘർഷത്തിലുള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് ഒരു വർഷം വിവോയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് അവിടെ Dream11 വരാൻ സാധിച്ചത്. ഇപ്പോൾ റീസെന്റ് സ്പോൺസേഴ്സ് ആയിട്ടുള്ള ടാറ്റയുടെ എസ്റ്റിമേറ്റ് തുക എന്ന് പറയുന്നത് ഏകദേശം 330 കോടിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക, ചൈനീസ് കമ്പനികൾ എത്ര മാത്രമാണ് നമ്മുടെ IPL സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് മാത്രം ചെലവഴിക്കുന്നതും എന്തുകൊണ്ടാണ് ഇത്തരം സ്പോൺസേഴ്സിന് പുറകെ BCCI പോകുന്നതെന്നും നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ടൈറ്റിൽ സ്പോൺസർഷിപ്പിലൂടെ എടുക്കുന്ന തുകയുടെ 50% BCCIക്ക് ഉള്ളതാണ്. ബാക്കി 50% അതത് ടീമുകൾക്കായിട്ട് വിട്ടു നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ ടാറ്റ BCCIയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ഒരുപക്ഷെ പുതിയ സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടായി വരാം, അല്ലെങ്കിൽ ടാറ്റ തന്നെ ഒരുപക്ഷെ സ്പോൺസർഷിപ്പ് പുതുക്കിയെടുത്ത് അവിടെ തന്നെ തുടർന്നേം ചെയ്യുക. അത് അതിനുശേഷമുള്ള കാര്യമാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ സ്പോൺസേഴ്സ് ആണ്. IPLുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് നൽകുന്നതിനെയാണ് ഒഫീഷ്യൽ സ്പോൺസർഷിപ്പ് എന്ന് സാധാരണ പറയുന്നത്. അതായത് നമ്മൾ സിയറ്റ് ടയേഴ്സ് IPLന്റെ ഒഫീഷ്യൽ ടൈം ഔട്ടിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ട്. അതായത് ഓരോ 10 ഓവർ അല്ലെങ്കിൽ നിശ്ചിത ഓവർ കഴിയുമ്പോൾ ഒരു ടൈം ഔട്ട് കൊടുക്കാറുണ്ട്. ആ ടൈം ഔട്ട് വരുന്ന സമയത്ത് സിയറ്റ് ടയേഴ്സ് സ്ട്രാറ്റജിക് ടൈം ഔട്ട് എന്നൊക്കെ എഴുതി കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്പോൺസർഷിപ്പ് സിയറ്റ് ടയേഴ്സ് ആണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 30 കോടി രൂപയാണ് അവർ സ്പോൺസർഷിപ്പ് തുകയായിട്ട് നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ മാച്ച് നടക്കുന്ന സമയത്ത് വലിയ LED സ്ക്രീനുകളിലൊക്കെ ക്രെഡ് പവർ പ്ലേ എന്ന് എഴുതി കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്രെഡ് ആണ് ഇത് സ്പോൺസർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സമ്മാനദാന ചടങ്ങിൽ Dream11 ഗെയിം ചേഞ്ചർ ഓഫ് ദി മാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരസ്കാരം കൊടുക്കുന്ന നമ്മൾ കാണാം. ഇത് സ്പോൺസർ ചെയ്യുന്നത് Dream11 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനവധി സ്പോൺസർഷിപ്പ് എമൗണ്ട് ആയിട്ട് വലിയ തുക സ്പോൺസർ ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒഫീഷ്യലി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 200-250 കോടിയോളം വരുമെന്നാണ് ഏകദേശം കണക്കുകൾ പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ 3 ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞ ഈ ഒരു സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ IPL മാച്ചുകളൊക്കെ ഒരു ചാനലിലൂടെ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഇത് IPL ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എല്ലാം അത് അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം എല്ലാവർക്കും ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോയിരുന്ന് അത്രയും കാശ് കൊടുത്ത് അല്ലെങ്കിൽ അത്രയും ആൾക്കാർക്ക് അവിടെ പോയിരുന്ന് കാണാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഇത്തരം മാച്ചുകൾ ഒരു TV ചാനലിലൂടെ സംപ്രേഷണം ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, IPL എന്ന് പറയുന്നത് വളരെയധികം വ്യൂവർഷിപ്പ് ഉള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ചാനലുകളും IPLന്റെ വ്യൂവർഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. ഇപ്രകാരം മത്സരത്തിന് ശേഷം ഏത് ചാനലാണോ ഏറ്റവും അധികം തുക നൽകുന്നത് ആ ചാനലുകൾക്ക് സ്പോൺസർഷിപ്പ് BCCI അനുവദിക്കുന്നതാണ്. അങ്ങനെ ചാനലുകൾക്ക് മാച്ചുകൾ സംപ്രേഷണം ചെയ്യുന്നതിനുള്ള ഒഫീഷ്യൽ റൈറ്റ്സും ലഭിക്കുന്നതാണ്. IPL തുടങ്ങിയത് മുതലുള്ള ആദ്യ 10 വർഷം സോണി TVക്കായിരുന്നു ഈ ഒരു റൈറ്റ്സ് ഉണ്ടായിരുന്നത്. 2008 മുതൽ 2017 വരെയുള്ള 10 സീസണുകളിൽ ഏകദേശം 8200 കോടി രൂപ സോണി ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. അതായത് ഓരോ സീസണും നോക്കുമ്പോൾ ഏകദേശം 820 കോടി രൂപ ഇതിനായി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് കാണാം. 2018 മുതൽ 22 വരെയുള്ള 5 വർഷക്കാലത്തേക്ക് സ്റ്റാർ സ്പോർട്സ് ആണ് പിന്നീട് ഈ ഒരു റൈറ്റ്സ് നേടിയെടുത്തത്. 5 സീസണുകളിലേക്കായി അവർ ഏകദേശം 16,400 കോടി രൂപ മുടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഒരു സീസൺ ഏകദേശം 3,300 കോടിയോളം രൂപ ചെലവാക്കുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മനസ്സിലാവും. അപ്പോ ഇപ്രകാരം ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റിലൂടെ കിട്ടുന്ന തുകയുടെ പകുതിയും കൈവശം വെക്കുന്നത് BCCI തന്നെയാണ്. ബാക്കി പകുതിയാണ് ടീമുകൾക്ക് നൽകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ഒരു സ്റ്റാർ സ്പോർട്സ് പോലെയുള്ള ചാനലുകൾക്കൊക്കെ ഇത്രയധികം ഭീമമായ തുക നൽകുമ്പോൾ അവർക്ക് തിരിച്ച് ഈ ഒരു പൈസ എങ്ങനെയാണ് സമാഹരിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കി വെച്ചോളുക, ഈ തുക തിരിച്ചു പിടിക്കുമെന്ന് മാത്രമല്ല അതിലധികവും അവർ സമ്പാദിക്കുന്നുണ്ടെന്നും. അപ്പൊ എങ്ങനെയെന്നായിരിക്കും ചിന്തിക്കുന്നത്? IPL മാച്ചുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഓരോ ഓവർ കഴിയും തോറും അതിന്റെ ഇടയ്ക്ക് കുറച്ച് പരസ്യങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്രകാരം 10 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു പരസ്യം, ഒരു വീഡിയോ ക്ലിപ്പ് അതിനകത്ത് പരസ്യമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 10 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പിന് വേണ്ടിയിട്ട് സ്റ്റാർ സ്പോർട്സ് 14.5 ലക്ഷം രൂപയാണ് ചാർജ് ആയിട്ട് ഈടാക്കുന്നത്. അതാണ് അവരുടെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടക്കുന്ന തുക എങ്ങനെയാണ് ചാനലുകൾ തിരിച്ചു പിടിക്കുന്നതിനെ പറ്റി യാതൊരുവിധ ടെൻഷന്റെയും കാര്യമില്ല. അത് തീർച്ചയായിട്ടും അവർക്ക് കിട്ടും. ഇനി ഇതേ കാര്യം തന്നെ IPL ടീമുകളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഓരോ ടീമുകളെയും ഓരോ പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പേഴ്സൺ, ഒരു പ്രൈവറ്റ് വ്യക്തി ആയിരിക്കും സ്വന്തമാക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇപ്രകാരം താരങ്ങളെയൊക്കെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ചെലവുകൾ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്.
അതായത് ട്രേഡിലൂടെ ആ താരത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു നിശ്ചിത തുക, അത് കോടികൾ വരും, ഒരു തുക ചെലവാക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ താരങ്ങളുടെ യാത്രാ സൗകര്യം ഒരുക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെ അതിന്റെ ചെലവുകളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, ഫിസിക്കൽ ഫിറ്റ്നസ്, ഹെൽത്ത്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ചെലവാക്കേണ്ടത് ആ ടീം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തി നമ്മളൊരു കണക്കെടുപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 200-250 കോടി രൂപ വരെയൊക്കെ ഒരു ടീമിനായി സ്പോൺസേഴ്സിന് ചെലവാക്കേണ്ടി വരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും, ഈ തുകയെല്ലാം അവർക്ക് ഈ സ്പോൺസേഴ്സിന് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ചെലവാക്കേണ്ടി വരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഈ ഒരു തുക അവരുടെ കയ്യിൽ നിന്ന് ചിലവാകുകയില്ല എന്നുള്ളതാണ് കാര്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, BCCIക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട സ്പോൺസർഷിപ്പ് തുകകളുടെ പകുതി ശതമാനം ടീമുകൾക്കായി നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതൊന്നും കൂടാതെ തന്നെ കളിക്കാരുടെ ജേഴ്സി ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും, പലതരത്തിലുള്ള സ്പോൺസർ പേരുകൾ നമ്മൾ അതിനകത്ത് ആലേഖനം ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. ഒരു ടീമിന്റെ ജേഴ്സിയിൽ ഏകദേശം 8-10ഓളം സ്പോൺസേഴ്സിന്റെ പേരുകൾ ആലേഖനം ചെയ്തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്രകാരം കാണുന്ന പിന്നെ സ്പോൺസേഴ്സിനെ ടീം സ്പോൺസേഴ്സ് എന്നാണ് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഇത്തരം ടീം സ്പോൺസേഴ്സ് പൈസ നൽകേണ്ടത് അതത് IPL ടീമുകൾക്കാണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്നാൽ, കളി സ്റ്റേഡിയത്തിൽ പോയി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ടിക്കറ്റ് മുടക്കുന്നതിന്റെ പൈസയുടെ ഏകദേശം 80% പൈസയും അതത് ടീമുകൾക്ക് തന്നെയാണ് പോകുന്നത്. അതായത് ഒരു ടീമിന്റെ ഹോം ഗ്രൗണ്ടിൽ ഒരു മാച്ച് നടക്കുകയാണെന്ന് കരുതുക, ഈ ടീമിന് ടിക്കറ്റ് ചാർജിന്റെ 80% അവർക്ക് കിട്ടുക എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ, മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരു മാച്ച് നടക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ടീമിന് ഈ ടിക്കറ്റ് ചാർജിന്റെ 80%വും ബാക്കി 20% ആ ഹോം സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനിലേക്കാണ് പോകുന്നത്. അതായത് മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷന് ബാക്കി 20% തുകയും പോകുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ IPL ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ സാധിക്കും, ഒരു ടീം 7 ഹോം മാച്ചുകൾ IPL ഇപ്രകാരം കളിക്കാറുണ്ട്. 7 ഹോം മാച്ചുകൾ കളിക്കുന്നത് മുഖേന ഈ പ്രകാരം ടിക്കറ്റിന്റെ 80% ചാർജും ആ ഒരു ടീമിന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം ഉണ്ടായിരിക്കും, ഓരോ ടീമുകളും 2000-2500 കോടിയോളം രൂപ ചെലവാക്കുന്നതായിട്ട് പറഞ്ഞു. ഇപ്രകാരം ലഭിക്കുന്ന ടിക്കറ്റ് ചാർജുകൾ എന്ന് പറയുന്നത് ഏകദേശം 200-300 കോടിയോളം മാത്രമായിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ടീമുകൾ ചെലവാക്കുന്ന ഇത്രയും ഭീമമായ തുക ഈ ഒരു ചെറിയ തുകയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ആവുന്നത്, ബാലൻസ് ആവുന്നത് എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. ഇവിടെയാണ് മെർച്ചൻഡൈസിംഗ് എന്ന് പറയുന്ന ഒരു ഘടകം അവിടെ പ്രധാനമായിട്ട് വരുന്നത്. അതായത് ഓരോ IPL ടീമുകളുടെയും ലോഗോ വെച്ചിട്ടുള്ള ടീഷർട്ടുകളും തൊപ്പികളും ആംബാൻഡുകളും അങ്ങനെ പ്രധാനപ്പെട്ട കുറെ സാധനങ്ങളുണ്ട്. IPL കാണാൻ അതത് ടീമുകളുടെ ആസ്വാദകര് ഇതെല്ലാം വാങ്ങി അത് ധരിച്ചിട്ടായിരിക്കും സ്റ്റേഡിയത്തിലേക്ക് എത്തുക, നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇപ്രകാരം വാങ്ങുന്ന വസ്തുക്കളുടെ ചാർജ്, ആ ഒരു ചാർജ് ഇല്ലേ, ഈ തുകയും നമ്മുടെ ടീമുകളിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻകം എല്ലാം ടീമുകൾ IPL നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ആ ഒരു പ്രൈസ് മണി ആയിട്ടുള്ള 20 കോടി കൂടി വരുന്നത്. അതോടൊപ്പം തന്നെ ഫൈനലിൽ പരാജയപ്പെടുന്ന ഒരു ടീമുണ്ടല്ലോ, ആ ടീമിന് 13 കോടി രൂപയും, ഇനി ക്വാളിഫയറിൽ പരാജയപ്പെടുന്ന ടീമിന് 7 കോടി രൂപയും, എലിമിനേറ്ററിൽ പരാജയപ്പെടുന്ന ടീമിന് 6.5 കോടി രൂപയും സമ്മാന തുകയായിട്ട് ലഭിക്കാറുണ്ട്. ഇങ്ങനെ സമ്മാന തുകയായിട്ട് ലഭിക്കുന്ന തുകയുടെ പകുതി ശതമാനവും അതിന്റെ ഓണറുടെ പക്കലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. ബാക്കി പകുതി ടീമിലെ ഓരോ കളിക്കാർക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു എമൗണ്ട് പോകുന്നത്. അപ്പോൾ ഒരു കളിക്കാരന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IPL കളിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും അധികമായിട്ടുള്ള വരുമാനം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ തന്റെ ബ്രാൻഡ് വാല്യൂ കൂട്ടുന്നതിന് കൂടി അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ താരങ്ങൾക്കും തങ്ങളുടെ ടീം ജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഈ ഒരു പ്രൈസ് മണി കിട്ടുന്നതിലൂടെ തന്നെ ഓൾറെഡി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ മൊത്തത്തിലുള്ള ഈ ഒരു IPL മോഡൽ ഒരു ടീമിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിലെ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഒരു ടീമിന്റെ ഏകദേശ ചെലവെന്ന് പറയുന്നത് 200-250 കോടി രൂപയാണ്. അവരുടെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ആവട്ടെ 2500 കോടി വരെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, വെറും 20 കോടി രൂപ സമ്മാന തുകയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണോ ടീമും ഓണേഴ്സും മത്സരിക്കുന്നത്? ഞാൻ ടീമും ഓണേഴ്സും എന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം സ്പോർട്സ് എന്നതിലുപരി ഇതൊരു ബിസിനസ് മെന്റാലിറ്റി ഉള്ള ഒരു സ്ട്രക്ചർ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ അല്ല എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് പിന്നിലെ കാര്യം എന്താണെന്ന് കൂടി നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ ശരിക്കും കാര്യം എന്തെന്നാൽ ആ ടീമിന്റെ ബ്രാൻഡ് വാല്യൂ ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം.
അതായത് ഒരു ടീം IPL വിജയികളാകുന്നു എന്ന് ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ആ ടീമിന്റെ പബ്ലിസിറ്റിയാണ് അവിടെ കൂടുന്നതെന്ന് മനസ്സിലാക്കാം. അതായത് കൂടുതൽ ആൾക്കാർ ആ ടീമിലേക്ക് ആകർഷകരാകുകയും അതിന്റെ ഫാൻസായി മാറുകയും ചെയ്യുന്നു എന്നർത്ഥം. ആ ടീമിന്റെ മാച്ചുകൾക്ക് അതോടുകൂടി കൂടുതൽ വ്യൂവേർഷിപ്പ് ലഭിക്കാനായിട്ട് തുടങ്ങും. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സ്പോൺസർഷിപ്പുകളുമായി കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് കടന്നു വരുന്നത് കാണാൻ സാധിക്കും. ടീമിന് കൂടുതൽ സ്പോൺസേഴ്സിനെ ലഭിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ആ ടീമിന്റെ ജേഴ്സിയിലൊക്കെയുള്ള സ്പോൺസർഷിപ്പിനായി ആ ടീമിന് കൂടുതൽ സ്പോൺസർഷിപ്പ് തുക ആവശ്യപ്പെടുകയും ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് IPL പ്രൈസ് മണിക്ക് മുകളിലായിട്ട് ഒരു ഓണർ നോട്ടമിടുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് മണിയേക്കാൾ കൂടുതൽ ബ്രാൻഡ് വാല്യൂ തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ ഒരു ടീമിന് ബ്രാൻഡ് വാല്യൂ കൂടിയ ഒരു കളിക്കാരൻ ആ ടീമിലേക്ക് എത്തുന്നു എന്ന് കരുതുക. അപ്പോൾ ആ ടീമിന്റെ ഒന്നടങ്കം ബ്രാൻഡ് വാല്യൂ അതിനനുസരിച്ച് കൂടുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഹേന്ദ്ര സിംഗ് ധോനി ചെന്നൈ സൂപ്പർ കിങ്സിലാണ് കളിക്കുന്നത്, വിരാട് കോഹ്ലി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലാണ് കളിക്കുന്നത്, സച്ചിൻ ടെണ്ടുൽക്കർ മുംബൈ ഇന്ത്യൻസിലായിരുന്നു പണ്ട് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതേപോലെ ബ്രാൻഡ് വാല്യൂ ഉള്ള കളിക്കാർ അതത് ടീമിലേക്ക് എത്തുമ്പോൾ ആ ടീമുകളുടെയും ബ്രാൻഡ് വാല്യൂ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല ടീമുകളും ഇപ്രകാരം സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ക്രിക്കറ്റ് താരങ്ങളെ തങ്ങളുടെ ടീമുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ ഒരു ബിസിനസ് നമുക്ക് കാണാൻ സാധിക്കും. താരത്തിന്റെ വലിയ കായികക്ഷമതയോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂ കൂടി വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്ന ഒരു ബിസിനസ് തന്ത്രം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില സെലിബ്രിറ്റികളും ബിസിനസ് പേഴ്സണാലിറ്റികളും ടീമിന്റെ ബ്രാൻഡ് അംബാസഡറായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി, പഞ്ചാബ് ടീമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രീതി സിൻഡ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി, ഇതെല്ലാം നമുക്ക് ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞു പോകാവുന്നതാണ്. അതുപോലെ തന്നെ ചില ടീമുകൾ തങ്ങളുടെ ഓഹരികൾ പുറത്തേക്ക് വിട്ടു നൽകാറുണ്ട്. മറ്റ് കമ്പനികൾക്ക് കൂടി അത് വാങ്ങുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് അതിന്റെ 6.04% ഓഹരി LICയുടേതാണെന്ന് കാണാൻ സാധിക്കും. ഇനി രാജസ്ഥാൻ റോയൽസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റെഡ് ബേർഡ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന്റെ 15% ഓഹരികൾ അതിനകത്തുണ്ട് എന്ന് കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് IPLന്റെ റവന്യൂ സ്ട്രക്ചറുകൾ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ IPL പോലെയുള്ള വലിയ ടൂർണമെന്റുകൾ നടത്തുമ്പോൾ ടീമുകൾക്കും BCCIക്കും എങ്ങനെയാണ് ഒരു റവന്യൂ വരുന്നത്, ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി എനിക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുമ്പോഴും ഈ ക്രിക്കറ്റിലെ തന്നെ ഏകദിന 2020 ലോകകപ്പുകളൊക്കെ നടക്കുമ്പോഴും ഇതുപോലെ ഇതിന് സമാനമായിട്ടുള്ള റവന്യൂ സ്ട്രക്ചർ, ആ ഇൻകം സ്ട്രാറ്റജി തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. എങ്കിലും അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ ഞാൻ അതിനെപ്പറ്റിയും സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എന്റെ ചാനലിലൂടെ പറഞ്ഞ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായി, വളരെ ഉപകാരപ്രദമായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.